ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വർഷയുടെ അടുത്ത് രേവതി പറയാണ്, വർഷേ, എൻ്റെ കയ്യിൽ മാന്ത്രിക വടി ഒന്നുമില്ല, സ്നേഹത്തിൻ്റെ വടി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനും സച്ചേട്ടനും പിരിയില്ല, കൂടുതൽ അടുക്കുകയുള്ളൂ. പിന്നെ ആത്മാർത്ഥതയോടെ ഒന്നും പങ്കുവയ്ക്കാതെ മറിച്ചു പിടിച്ചും പരസ്പരം ജീവിക്കുന്നവർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറയുമ്പോൾ ശ്രുതിക്കാകെ ചമ്മി നാണം കെടുകയാണ് കേട്ടോ. അപ്പോൾ വർഷ പറയുന്നുണ്ട്, അല്ല രേവതി ചേച്ചിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാനും അറിയോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ സച്ചിയാണെങ്കിൽ രേവതിയുടെ അടുത്ത് ഫോണിൽ സംസാരിക്കാണ്. രേവതി, നീ എന്താ എന്നെ വിളിക്കാത്തത്? ഇവിടെ ഓട്ടക്കാരന്മാരുടെ ഭാര്യമാരൊക്കെ അവരെ വിളിച്ചല്ലോ. ഇതെന്താ സച്ചിയേട്ടാ, കൊച്ചുകുട്ടികളെ പോലെ? നമ്മൾ ഇവിടെ തന്നെയല്ലേ ഉള്ളത്, പിന്നെ എന്തിനാ വിളിക്കുന്നത്? ഓട്ടക്കാരന്മാരുടെ ഭാര്യമാരും ഇവിടെ തന്നെയാണല്ലോ ഉള്ളത്, അവരവരെ വിളിച്ചല്ലോ എന്ന് പറയുന്ന നേരത്തെ നമ്മുടെ രേവതി പറയും, ഉറങ്ങാൻ വേണ്ടി വിളിച്ചതാവും സച്ചിയേട്ടാ. അതെന്താ, എനിക്ക് ഉറങ്ങണ്ടേ? നീ വിളിക്ക് എന്ന് പറയുന്ന നേരത്ത് ഞാനെന്തിനാ വിളിക്കുന്നത്? നിങ്ങൾ ഉറങ്ങാനല്ലേ ടെറസിലേക്ക് പോയത്? അത് പറഞ്ഞാൽ പറ്റില്ല. നീ എന്നെ ഫോണിൽ വിളിച്ച് പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് പറ. വെറുതെ പറഞ്ഞാൽ പോരാ, വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ പറയണം, അല്ലെങ്കിൽ കിടന്നാ എനിക്ക് ഉറക്കം വരില്ല രേവതി. നീ പെട്ടെന്ന് വിളിക്ക് എന്നങ്ങ് പറയുന്ന നേരത്ത് രേവതി പറയും, എന്നാ സച്ചേട്ടൻ കട്ടാക്കിക്കോ. ഏയ്, കട്ടാക്കത്തില്ല, നിന്നോട് ഉടനെ വിളിക്കാനല്ലേ പറഞ്ഞത് എന്നങ്ങ് ചോദിക്കുന്ന നേരത്തെ കട്ടാക്കാതെ എങ്ങനെ ഞാൻ വിളിക്കാനാ? ഓ, അത് ശരിയാണല്ലോ എന്ന് പറഞ്ഞ് കട്ടാക്കാണ് കേട്ടോ. അങ്ങനെ രേവതി ഫോണിൽ വീണ്ടും വിളിക്കാണ്. ഹലോ രേവതി എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയും, എന്താ സച്ചേട്ടാ പേടിച്ച പോലെ? ഇങ്ങനെയാ ഓട്ടക്കാരന്മാരുടെ ഭാര്യമാര് വിളിച്ചപ്പോ അവര് പറഞ്ഞത്. നീ ഒന്ന് ദേഷ്യത്തിൽ സംസാരിച്ചേ എന്ന് പറയുമ്പോ രേവതി പറയുന്നുണ്ട്, അതെ എവിടെയാ? ഞാൻ ടെറസിലാ രേവതി, നിങ്ങൾ ഇങ്ങ് പെട്ടെന്നൊന്ന് വന്നേ, ദേ ഇപ്പൊ വരാ രേവതി എന്ന് പറയുമ്പോഴൊക്കെ നമ്മുടെ രേവതിക്ക് ചിരിച്ചിട്ട് വയ്ക്കൂല കേട്ടോ. നീ എന്തിനാ ചിരിക്കുന്നത്? എല്ലാ സച്ചേട്ടന്റെ സംസാരം കേട്ടപ്പോ എനിക്ക് ചിരി വന്നു. ഓട്ടക്കാരന്മാരുടെ ഭാര്യമാരോട് അവരെങ്ങനെയാ സംസാരിച്ചേ, അത് ഞാനും അറിയണ്ടേ എന്ന് ചോദിക്കാട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ചന്ദ്ര രേവതി പൂക്കടയിലേക്ക് പോകുന്ന നേരത്ത്, എടി നിൽക്കടി അവിടെ, നീ എന്തിനാ ഫ്രിഡ്ജിലിരുന്ന പച്ചക്കറിയൊക്കെ എടുത്ത് പുറത്തു വെച്ച് ഉള്ള പൂ മുഴുവൻ ഫ്രിഡ്ജിനകത്ത് വെച്ചത്? അത് കണ്ടറിഞ്ഞൂടെ, പൂക്കൾ വാടാതിരിക്കാൻ എന്ന് പറയട്ടെ രേവതി. നീ കാരണം ഈ വീട് തന്നെ വാടിപ്പോയിരിക്ക എന്ന് ചന്ദ്ര പറയുന്ന നേരത്ത് നമ്മുടെ രേവതി പറയും, വീട് വാടിപ്പോയെങ്കിലേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം തളിച്ചു കൊടുക്കാം, എന്താ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രയ്ക്കാകെ ദേഷ്യം വരികയാണ് കേട്ടോ.